ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മെ ഒറ്റയ്ക്കാക്കിയവർ. ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് 1000 നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാവില്ല. കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത്. നമ്മൾ വാശി പിടിച്ച് നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിങ്ങൾ നിർത്തുക. മനസ്സ് എല്ലാവരിലുമുണ്ട്, പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്ന് വരില്ല. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തി നിശ്ചയദാർഢ്യത്തോടെ കൂടി മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങൾക്കെപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന വസ്തുതകൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവരെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും എപ്പോഴും ഓർക്കണം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ്, ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, മറക്കാനും പ്രയാസമാണ്. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാവണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. കാലചക്രത്തിൻ്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും, ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാൻ ഉള്ളതാണ് ജീവിതം. നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു ബുദ്ധിശൂന്യൻ ആണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കുവാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക, പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നമുക്ക് നിരാശരാകേണ്ടി വരില്ല.